എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. മാള തെക്കൻ താണിശ്ശേരി സെൻറ്റ് സേവേഴ്സ് ദേവാലയത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ഗുണ്ട് പൊട്ടിയുണ്ടായ അപകടത്തിൽ കുഴൂർ വിളക്കങ്കാലിൽ പാറേക്കാടൻ വറീദ് മകൻ ഫ്രാൻസിസ് 54 വയസ്സെന്നയാൾ മരണപ്പെട്ടിരിക്കുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. തിരുനാളിൻ്റെ പ്രദക്ഷിണം കഴിഞ്ഞ് കയറുമ്പോൾ പ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ പൊട്ടിച്ച പൊട്ടാതെ വന്ന ഗുണ്ടുകൾ ചാക്കി കെട്ടി പൊട്ടിക്കുമ്പോഴാണ് ഈ അപകടം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. ഫ്രാൻസിസിനെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും മരണപ്പെട്ടിരുന്നു. പൊള്ളലുകൾ കുറവായതിനാൽ ഈ പൊട്ടലിൻ്റെ ആഘാതത്തിൽ മരണപ്പെടുകയാണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. മാള പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ദുഃഖകരമായിട്ട് വാർത്ത. നമുക്കറിയാം, ഈ പെരുന്നാളുകൾ ഉത്സവങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് റോഡിലും അതുപോലെ തന്നെ തെരുവോരങ്ങളിലുമൊക്കെ ഈ പടക്കം പൊട്ടിക്കരുതെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. പലപ്പോഴും നമ്മളത് വളരെ ഒട്ടും ലാഘവമില്ലാതെ നമ്മൾ കരുതുന്നുണ്ട്. എത്ര അപകടങ്ങളാണ് നമ്മുടെ ചാലക്കുടിയിലെ സമീപ പ്രദേശങ്ങളിൽ ഈ പടക്കം പൊട്ടിയുണ്ടായ അപകടങ്ങളുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞതിന് മുൻപത്തെ പ്രാവശ്യമാണ് പരിയാരത്ത് പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ ഒരു യുവാവ് മരിച്ചത്. തീർച്ചയായിട്ടും ഇത്തവണ പെരുന്നാളുകൾ നടക്കുന്നു. റോഡിലൂടെ പോകാനായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അവിടെ പ്രദർശനം കടന്നു പോകുമ്പോൾ ഒക്കെ റോഡിലേക്ക് പടക്കം പൊട്ടിക്കുകയും ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്യുന്നുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോലീസ് ഇത്തരം വിഷയങ്ങൾ കർശനമായ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നവർ ഇത്തരം കാര്യത്തിൽ ഉചിതമായ തീരുമാനം നടപ്പിലാക്കണം. പ്രദർശനം വഴിയിലൂടെ കടന്നു പോകട്ടെ. റോട്ടിലിട്ട് പടക്കം പൊട്ടിക്കുക, ഗുണ്ട് പൊട്ടിക്കുക എന്നുള്ളൊരു രീതി മാറ്റണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഫ്രാൻസിസ് ചേട്ടൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.